തിരിക്കണം നടക്കണം അങ്ങനെ കുറെ പണികൾ. എന്നാലും നമ്മള് ഒരുവിധമൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ ഗൂഗിള്. കുറെ വഴി തെറ്റിച്ചാലും. അപ്പൊ നമ്മള് പോയ ആൾക്കാരുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വഴി തെറ്റി കഴിഞ്ഞു എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് തോന്നൽ വരുമല്ലോ. അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് ചോദിക്കുക എങ്ങനെയാണെന്ന്. അപ്പം തന്നെ പിടിക്കാമല്ലോ. അത് കുറേ നമ്മൾ അങ്ങനെയും ചെയ്യണം. പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കണം. അതുപോലെ തന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് പിടിക്കാം പോകാൻ വേണ്ടി. ഇത് നമ്മൾ പറമ്പിക്കുളത്തേക്ക് 2 ദിവസം മുന്നേ തന്നെ ഇന്നലെയാണ് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ലത് പറമ്പിക്കുളം നല്ലൊരു ഏരിയയെന്ന് മനസ്സിലായി. അപ്പം ഇപ്പോൾ ഈ ഇന്നത്തെ യാത്ര പറമ്പിക്കുളത്തേക്ക് ആവാമെന്ന് വിചാരിച്ചു. ഈ പെട്രോൾ പമ്പ് 200 മീറ്റർ അങ്ങനത്തെ ബോർഡുകളൊക്കെ നമുക്ക് വഴിയിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മള് എന്നാ പോയി കക്കയം ഡാമിലേക്കല്ലേ, കക്കയം ഡാമിലേക്ക് പോയപ്പോഴാണ് അതിൻ്റെ ആ ഹൈ റേഞ്ച് ഇങ്ങനെ കയറി പോയി ഏറ്റവും അവസാനം എത്തിയപ്പോഴാണ് പെട്രോൾ ഇങ്ങനെ കുറഞ്ഞു എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് മനസ്സിലായിട്ടാ. അത് നോക്കിയില്ല. അത് കുറഞ്ഞെന്ന് മാത്രമല്ല 2 കട്ട, ഒരു കട്ടയിൽ 30 ഓടും, പിന്നത്തേല് 15 ഓടും. അപ്പോൾ അവിടെ നിന്ന് 45 കിലോമീറ്റർ അങ്ങനെ താഴേക്ക് എത്തുള്ളൂ. അപ്പോഴും പെട്രോൾ പമ്പിൻ്റെ എത്തില്ല. ഞാൻ ചെയ്തു അതിൻ്റെ വണ്ടി ഇത് വരുമ്പോൾ വണ്ടി ഓഫ് അതിൻ്റെ ന്യൂട്രലിലിട്ടിട്ട് വണ്ടി ഹോണ് അടിക്കാൻ പറ്റുന്ന രീതിയിലാക്കി വരും. ആളുകൾ തിരിയുമ്പോൾ വണ്ടികൾ കയറി വരില്ല. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോൾ വന്നത്. അതാരണം പെട്രോൾ പമ്പ് വരെ നമ്മൾ എത്തി. അതിൻ്റെ വഴി വണ്ടി തള്ളാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം. ഹൈ റേഞ്ച് കയറുമ്പോൾ അവിടെ പെട്രോൾ പമ്പ് നമ്മുടെ പോലത്തെ ഈ ആക്റ്റീവ് പോലത്തെ വണ്ടിക്ക് അധികം കപ്പാസിറ്റി ഇല്ല. ഒരു 6 ലിറ്റർ കയറുമ്പോഴേക്കും 6 വേണ്ട 5 ലിറ്റർ ആകുമ്പോഴേക്കും ഫുൾ ടാങ്കായി. കാരണം അതിൻ്റെ അവസ്ഥ 300 കിലോമീറ്ററോളം പോകുമ്പോൾ 15 കിലോമീറ്റർ ഹൈ റേഞ്ചിൽ ഉണ്ടാവില്ല. എൻ്റെ ഏരിയയിലുണ്ടോ നമ്മളങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ല ആ ഒരു കാര്യം. മറ്റേത് എവിടേക്ക് പോകണമെങ്കിലും അങ്ങനെ ഒരു ഈ എംബ്ലങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കും. പെട്രോൾ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അന്നൊന്നും നോക്കിയില്ല. അന്നാണ് ശരിക്കും ഒരു എന്താ പറയാ പണിയായത്. ബസ്സുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നന്ദി വീണ്ടും വരിക നെന്മാറ ഗ്രാമപഞ്ചായത്ത്. അപ്പം നമ്മൾ നെന്മാറ പിന്നിട്ട് കഴിഞ്ഞു.